മഹർഷിമാരും സന്യാസിവര്യന്മാരും ആശ്രമം കെട്ടി പാർത്തിരുന്ന ഒരു പുണ്യ വനാന്തരമുണ്ടായിരുന്നു. അവിടെ എപ്പോഴും ഹരിനാമ കീർത്തനങ്ങളും വേദപാരായണങ്ങളും ലക്ഷ്മീനാരായണന്റെ സ്തുതിഗീതങ്ങളും മുഴങ്ങിക്കേട്ടിരുന്നു. ആ പ്രദേശം വളരെ ഉൾപ്രദേശത്തായിട്ടുകൂടി ആത്മീയജ്ഞാനം തേടുന്നവരും ബ്രാഹ്മണരും പവിത്രവും ത്യാഗപൂർണവുമായ ജീവിതം നയിക്കാനായി അവിടെ എത്തിച്ചേർന്നിരുന്നു. ആ മുനിമാരുടെ കൂട്ടത്തിൽ ശ്രീകൃഷ്ണ ഭജനത്തിൽ മാത്രം മുഴുകി ഏകാന്തമായി ജീവിച്ചിരുന്ന ഒരു വൃദ്ധനായ സന്യാസിയുണ്ടായിരുന്നു. ദിവസവും ഭഗവാന് പഴങ്ങളും പൂക്കളും സമർപ്പിച്ചിരുന്ന അദ്ദേഹം മരവുരി മാത്രം ധരിക്കുകയും ഭിക്ഷാടനം നടത്തി ലളിതമായി ജീവിക്കുകയും ചെയ്തു പോന്നു. ഒരു ദിവസം പട്ടിണി കിടന്ന് എല്ലും തോലുമായി അലഞ്ഞു തിരിഞ്ഞ ഒരു തെരുവുനായ ആ വനത്തിൽ മുനിയുടെ കുടിലിന് സമീപത്തെത്തി. നാട്ടുകാരിൽ നിന്നും മറ്റ് നായ്ക്കളിൽ നിന്നും കടിയും പീഡനവുമേറ്റ് ഓടി വന്നതായിരുന്നു അത്. എന്നാൽ ആ സന്യാസിയുടെ അരികിൽ അതിന് യാതൊരുവിധ ഭീഷണിയും നേരിടേണ്ടി വന്നില്ല. ആ നായ അവിടെ തന്നെ തങ്ങാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ ആശ്രമത്തിൻ്റെ അതിരിൽ കിടന്നിറങ്ങുകയും സന്യാസി ഭഗവാന് നിവേദിച്ചതിൻ്റെ ബാക്കി വരുന്ന പ്രസാദം കഴിക്കുകയും ചെയ്തു. സന്യാസി തൻ്റെ ആത്മീയ സാധനകളിൽ മുഴുകിയിരിക്കുമ്പോഴും ആ നായയെ ഒരിക്കലും ഉപദ്രവിക്കുകയോ അവിടെ നിന്ന് ഓടിക്കുകയോ ചെയ്തില്ല. വല്ലപ്പോഴും അദ്ദേഹം അതിൻ്റെ അരികിലിരുന്ന് മധുരമായി സംസാരിക്കുകയോ താൻ മഹാവിഷ്ണുവിൻ്റെ നാമങ്ങൾ ജപിക്കുമ്പോൾ വൃക്ഷത്തണലിൽ വിശ്രമിക്കാൻ അതിനെ അനുവദിക്കുകയോ ചെയ്തു. കാലക്രമേണ ആ നായയുടെ മനസ്സിൽ വലിയ ശാന്തി കൈവന്നു. അത് സന്യാസിയുടെ അരികിൽ ഒച്ചയുണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി കിടക്കാൻ ശീലിച്ചു. ആഴ്ചകളോളം അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും മന്ത്രധ്വനികളും കീർത്തനങ്ങളും ഭഗവാന്റെ മഹിമകളും ആ നായ നിരന്തരം കേട്ടുകൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ ആ നായ എഴുന്നേറ്റില്ല. കുടിലിനടുത്ത് നിന്നിരുന്ന തുളസിത്തറയ്ക്ക് താഴെ കിടന്ന് രാത്രിയിൽ അതിശാന്തമായി ജീവൻ വെടിഞ്ഞിരുന്നു. രാവിലെ തൻ്റെ നിത്യകർമ്മങ്ങൾ ചെയ്യുകയായിരുന്ന സന്യാസിക്ക് അവിടെ എന്തോ ഒരു പ്രത്യേകത അനുഭവപ്പെട്ടു. പെട്ടെന്ന് അദ്ദേഹം ആ അത്ഭുത കാഴ്ച കണ്ടു. തേജോമയന്മാരായ വിഷ്ണുദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് ആ നായയുടെ ആത്മാവിനെ ആകാശത്തിലേക്ക് ആനയിക്കുകയാണ്. ആ ദിവ്യദൂതന്മാർ സന്യാസിയെ നോക്കി ഇപ്രകാരം പറഞ്ഞു: ഈ ജീവൻ ഒരു ശുദ്ധഭക്തന്റെ സാമീപ്യത്തിൽ ജീവിക്കുകയും ഭഗവാന്റെ തിരുനാമങ്ങൾ നിരന്തരം ശ്രവിക്കുകയും ഒടുവിൽ തുളസി സാന്നിധ്യത്തിൽ ജീവൻ വെടിയുകയും ചെയ്തതിനാൽ ഇതിൻ്റെ എല്ലാ പാപങ്ങളും കഴുകി മാറ്റപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഭഗവാന്റെയും ഭഗവാന്റെ ഭക്തന്റെയും കാരുണ്യത്താൽ ഈ ആത്മാവ് വൈകുണ്ഠത്തിലേക്ക് യാത്രയാവുകയാണ്. ഇത് കേട്ട് ആ സന്യാസിയുടെ മനസ്സ് ആനന്ദത്താൽ നിറഞ്ഞു. കണ്ണുകൾ സജലങ്ങളായി. ഭഗവാന്റെ അപാരമായ കരുണയോർത്ത് വിസ്മയിച്ചുകൊണ്ട് അദ്ദേഹം സാഷ്ടാംഗം പ്രണമിച്ചു. യാതൊരുവിധ ശാസ്ത്രീയമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇല്ലാതെ തന്നെ ഏറ്റവും മതപതിച്ച ആത്മാവിനെ പോലും പവിത്രീകരിക്കാൻ ഒരു ശുദ്ധഭക്തന്റെ സാന്നിധ്യത്തിന് സാധിക്കും. ഭഗവാന്റെ തിരുനാമത്തിൻ്റെ ശക്തിക്കും തുളസി ദേവിയുടെ സാന്നിധ്യത്തിനും ഏത് ജീവനെയും ലൗകികമായ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ഉയർത്താൻ കഴിയും. ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യത്തിന് അതിരുകളില്ല. തൻ്റെ ഭക്തനെ ആശ്രയിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ ഒരു നായയെ പോലും ഭഗവാൻ സ്വീകരിക്കുന്നു.